പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച സാക്ഷി അപ്പോളസിനോടുള്ള എൻ്റെ നന്ദി പ്രാരംഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കത്തുദാസന്മാർ, ദൈവവചനത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ സായം സന്ധ്യയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അനുസരണമായിരിക്കുന്ന കർത്താവിന്റെ അതുല്യമായിരിക്കുന്ന നാമത്തിൽ എന്റെ ക്രൈസ്തവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എന്റെ പേര് കേൾക്കുമ്പോൾ അറിയാം, ഞാനൊരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മനുഷ്യനാണ്. പാപത്തിന്റെ ആഴത്തിൽ വീണുപോയ ഒരു മനുഷ്യൻ. എന്നാൽ ഒരിക്കൽ ഈ സത്യസുവിശേഷം എന്റെ കാതുകളിൽ എത്തിക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുമെന്നുള്ള ദൈവത്തിന്റെ ശക്തമായ വചനത്തിൽ ഞാൻ പിടിക്കപ്പെടുകയും, വെറുതെ നമുക്ക് തമ്മിൽ വാദിക്കാൻ നിന്റെ പാപങ്ങൾ കടിച്ചുവിട്ടായിരുന്നാലും അത് ഹിമം പോലെ വെടുക്കും, രക്താന്തരം പോലെ ചുമന്നിരുന്നാലും അത് പഞ്ഞുപോലെയായി തീരുമെന്നുള്ള ദൈവത്തിന്റെ ശക്തമായിരിക്കുന്ന സന്ദേശത്തിന് മുന്നിൽ ഈ ശക്തനായ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായും കർത്താവായും അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമകനായി, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവനായി, ശിക്ഷാവിധികളിൽ നിന്നും ഒഴിവുള്ളവനായി തീർന്ന് ഇന്ന് യേശുവിനെ തെരുവോരങ്ങളിൽ പ്രസംഗിക്കുന്ന, മാർക്കറ്റുകളിൽ, അങ്ങാടികളിൽ, കുറ്റവാളികൾക്കിടയിൽ, ജാതികൾക്കിടയിൽ യേശുവിനെ പ്രസംഗിക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യ പദവിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ വിഷയം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത എന്നുള്ളതാണ്. നിരവധി വ്യക്തിത്വങ്ങളെ മാനവരാശിയുടെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മുടെ കരങ്ങളിൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവാചകന്മാരും നിരവധി അഭിഷിക്തന്മാരും ലോകചരിത്രത്തിൽ നെടുകയും കുറുകയും സഞ്ചരിച്ചപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിത്വം മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് എന്നുള്ള ശക്തമായ ബോധ്യമാണ് ഈ വിഷയത്തിലേക്ക് കടക്കുവാൻ എനിക്ക് പ്രചോദനമായി തീരുന്നത്. എന്റെ സ്വന്തം ആളുകൾ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിന്റെ യേശുവിന് എന്ത് പ്രത്യേകതയാണുള്ളത്? യേശുവിന്റെ പ്രത്യേകത എന്താണ്? മറ്റുള്ളവരിൽ നിന്നും എന്ത് വ്യത്യാസമാണ് യേശുവിനുള്ളത്? ചിലരോട് ചോദിക്കാറുണ്ട്, നിന്റെ ദൈവം വേദപുസ്തകം പരിശോധിച്ചാൽ നിന്റെ ദൈവം ഉറങ്ങുന്ന ദൈവമാണോ? കർത്താവായ യേശുക്രിസ്തു ഉറങ്ങി എന്നുള്ളതാണ് അവരുടെ ആരോപണം. മറ്റു ചിലപ്പോൾ അവർ ചോദിക്കാറുണ്ട്, നിന്റെ ദൈവം കരയുന്ന ദൈവമാണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുടെ മുന്നിൽ വേദപുസ്തകം തുറന്ന് ഈ വിഷയം പഠിക്കുവാനുള്ള പ്രചോദനവും പ്രോത്സാഹനവും എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, ലോകചരിത്രത്തിൽ നൂറുകണക്കിന് പ്രവാചകന്മാർ, നിരവധി അഭിഷിക്തന്മാർ ലോകചരിത്രത്തിൽ നെടുകയും കുറുകയും സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്? പലപ്പോഴും ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, തത്വജ്ഞാനം കൊണ്ട് ലോകത്തെ മൂകുലയിൽ നിർത്തിയ ഡയോജനസ് അല്ലെങ്കിൽ മഹാസമുദ്രത്തിന് നേരെ കരങ്ങൾ നീട്ടി, അല്ലയോ മഹാസമുദ്രമേ, നീയും ഒരു സൈന്യമായിരുന്നുവെങ്കിൽ നിന്നെയും ഞാൻ കീഴടക്കുമായിരുന്നു എന്ന് പ്രഖ്യാപിച്ച ദ ഗ്രേറ്റ് അലക്സാണ്ടർ, ഭാരതത്തിന്റെ പൈതൃകത്തെ ഭൂമിയുടെ സീമയോളം എത്തിച്ച സ്വാമി വിവേകാനന്ദൻ, ഒരു ജാതി ഒരു മതം ഒരുമയൊന്നുള്ള ദൈവിക ഹൃദയത്തെ വാക്കുകളിൽ ആവാഹിച്ച സാക്ഷാൽ ശ്രീനാരായണ ഗുരു, അങ്ങനെ എത്രയെത്ര ആളുകൾ. ലോകമൊരു ചരിത്ര പുസ്തകമാണ് എങ്കിൽ ആ ചരിത്ര പുസ്തകത്തിന്റെ കഥാപാത്രങ്ങളെ തന്റെ മാന്ത്രിക വിരലുകൾ കൊണ്ട് നാടകമായി ആവിഷ്കരിച്ച വില്യം ഷേക്സ്പിയർ, ഇങ്ങനെ എത്രയോ ആളുകളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നീ യേശുവിനെ പ്രസംഗിക്കുന്നത്? ആദ്യത്തിന്റെ ആശയം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു അവൻ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമായിരുന്നു എന്നുള്ളതാണ്. ഭൂമിയിൽ ഒരു ദൈവ മനുഷ്യത്വത്തെ ആയതുപോലെ ഭൂമിയിൽ അവതരിച്ച വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവൻ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമായി ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതാണ് അവനെ പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകുന്ന പ്രചോദനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് യേശു സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവും ആയിരിക്കുന്നത്? ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു ചോദ്യം ഇങ്ങനെയാണ്, നിന്റെ ദൈവം ഉറങ്ങുന്ന ദൈവമാണ്?
നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു മരണം പെയ്തിറങ്ങുന്ന പടകിൽ കടലുമായി പരിചയമുള്ള ശിഷ്യഗണങ്ങൾ എത്രത്തോളം ശ്രമിച്ചിട്ടും പടക് നിയന്ത്രിക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ടപ്പോൾ അമൃത്ത് തലയിണ വെച്ചുറങ്ങുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ അവർ വിളിച്ചു നിർത്തുകയാണ്. അവൻ ഉറങ്ങുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അവന്റെ ഉറക്കം പോലും ദൈവിക സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. ആർത്തിരമ്പുന്ന കടലിന്റെ മുകളിൽ മരണം പെയ്തിറങ്ങുന്ന പടകിൽ ഒരുവന് ശാന്തമായി എങ്ങനെ ഉറങ്ങുവാൻ കഴിയും? അമൃത്ത് തലയിണ വെച്ചുകൊണ്ട് ശാന്തമായി ഉറങ്ങുന്ന കർത്താവ് എഴുന്നേറ്റു. ആർത്തിരമ്പുന്ന കടലിനെ നോക്കി, ആഞ്ഞടിക്കുന്ന കാറ്റിനെ നോക്കി അമരിക ശാന്തമാകുക എന്ന അല്പാക്ഷരം കൊണ്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന സാക്ഷാൽ യേശുവിനെ വേദപുസ്തകം വരച്ചു കാണിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് ശാന്തമായി ഉറങ്ങിയ മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവനിൽ വെളിപ്പെടുന്നത് സമ്പൂർണ്ണ മനുഷ്യത്വമാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ അവൻ എഴുന്നേറ്റുകൊണ്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയാണ്. അമരിക എന്ന അല്പാക്ഷരം കൊണ്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ കഴിയുന്ന ഇവൻ ആരാണ്? ഞങ്ങളിങ്ങനെ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു അവൻ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമാണ്. മറ്റു ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിന്റെ ദൈവം കരയുന്ന ദൈവമാണോ? യേശു എവിടെയാണ് കരഞ്ഞത്? നമുക്കറിയാം, മരണത്തിന്റെ പാശങ്ങളിൽ ബന്ധിക്കപ്പെട്ട ലാസറിന്റെ കല്ലറയുടെ മുന്നിൽ യേശു നിൽക്കുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന യഹൂദന്മാരുടെ നടുവിൽ യേശുവിന്റെ കണ്ണുകളും നിറഞ്ഞു എന്ന് നാം വായിക്കുന്നുണ്ട്. മനുഷ്യന്റെ പാപത്തെയും പാപത്തിന്റെ പരിണത ഫലമായ മരണത്തെയും കുറിച്ച് ഓർച്ചപ്പോൾ യേശുവിന് കരയാതിരിക്കുവാൻ കഴിയുകയില്ല. കരയുമ്പോൾ അവനിൽ വെളിപ്പെടുന്നത് സമ്പൂർണമായിരിക്കുന്ന അവന്റെ മനുഷ്യത്വമാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ ആ കല്ലറയിലേക്ക് കരങ്ങൾ നീട്ടിക്കൊണ്ട് യേശു പ്രഖ്യാപിക്കുന്നു, ലാസറേ പുറത്തു വരിക. യേശുവിന്റെ ശബ്ദത്തിന്റെ മുന്നിൽ മരണപാശങ്ങൾ അഴിച്ച് ലാസർ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവൻ ആരാണ്? അവൻ സമ്പൂർണ്ണ ദൈവമായി വെളിപ്പെടുകയാണ്. ജീവന്റെ മേലും മരണത്തിന്മേലും അധികാരമുള്ള സാക്ഷാൽ കർത്താവായി യേശുവിനെ വെളിപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ വചനം. ഞങ്ങൾ എന്തുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കുന്നത്? അവൻ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ലോകത്തിൽ നിരവധി വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യേശുവിന്റെ പ്രഖ്യാപനങ്ങളെ ശ്രദ്ധിച്ചാൽ യേശുവിന് മാത്രമേ അങ്ങനെ പറയുവാൻ കഴിയുകയുള്ളൂ. നാം അറിയുന്നത് പോലെ, അനേകർ ചോദിക്കുന്നത് പോലെ, യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളാണോ നിങ്ങൾ അവനെ ദൈവം എന്ന് വിളിക്കുവാൻ കാരണമായിരിക്കുന്നത്? ഒരിക്കലുമല്ല. അവൻ ചെയ്ത അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തിത്വങ്ങൾ വിശുദ്ധ വേദഗ്രന്ഥത്തിലുണ്ട്. എന്നാൽ യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പരിശോധിച്ചാൽ യേശു അനേകായിരങ്ങൾക്ക് 5 അപ്പവും 2 മീനും കൊണ്ട് ആഹാരം കൊടുക്കുന്നു, അതൊരു സത്യമാണ്. മരണത്തിൽ നിന്നും ലാസറിനെ ജീവനോടെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് ഒരു സത്യമാണ്. എന്നാൽ അവനോട് ചേർന്നുള്ള അവന്റെ പ്രഖ്യാപനങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോഴാണ് അവന്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത്. ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞാൽ ഭാവിയിൽ യേശുവിന്റെ ശബ്ദം കേട്ട് മരിച്ചവർ ആബാലവൃദ്ധം എഴുന്നേറ്റവരെന്ന ചിത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രഖ്യാപിക്കുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മാത്രമല്ല, യേശുവിനെ പോലെ ഇത്ര ധൈര്യശാലിയായ ഒരു പുരുഷനെ തിരുവഴുത്തുകളിൽ കാണുവാൻ കഴിയുകയില്ല. ലോകത്തിലെ ഏതൊരു കാലഘട്ടത്തിലെ ശാപമായിരിക്കുന്ന ആത്മീയതയും വ്യവസായികതയും ഇതിൽ ചേർന്ന് കിടക്കുന്ന യെരൂശലേം ദേവാലയത്തിലെ കർത്താവ് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച അവന് ഹൃദയഭേദകമായിരുന്നു. അവൻ എഴുന്നേറ്റു, അവൻ ചാട്ടമാരെടുത്തു, നാണ്യപീഠങ്ങളെ മറിച്ചിട്ടു, പ്രാക്കളെയും ആടുകയും തുറന്നുവിട്ടുകൊണ്ട് അവൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു, എന്റെ ആലയം ബഹുജാതികൾക്ക് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. ആർക്ക് പറയുവാൻ കഴിയും? പരീശന്മാരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, പുരോഹിതന്മാരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് യേശു പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ മറഞ്ഞുകിടക്കുന്ന ശവക്കല്ലറുകൾ, നിങ്ങൾ മറഞ്ഞു കിടക്കുകയാണ്. പുറമേ നിങ്ങൾ അഴകായി ശോഭിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ സകലവിധമായിരിക്കുന്ന അശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, പൗരോഹിത്യ വൃന്ദത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് യേശുവിന്റെ പ്രഖ്യാപനം പഠിച്ചാൽ യേശുവിനെ പോലെ നിസ്തുല്യനായ ഒരു വ്യക്തി ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെയും എന്തുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്? യേശുവിന്റെ ജനന, ജീവിത, പീഡാനുഭവം, മരണ, പുനരുത്ഥാനങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. നാം അറിയുന്നത് പോലെ അനേക പ്രവാചകന്മാർ മരിച്ചു, അടക്കപ്പെട്ടു. അവരുടെയൊക്കെയും കല്ലറകൾ ലോകത്തിൽ അവിടെവിടായി ചിതറിക്കിടക്കുമ്പോൾ
തുറക്കപ്പെട്ട ഒരേ ഒരു കല്ലറ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ്. എന്തുകൊണ്ട്? മരണത്തിന്മേൽ ജീവന്റെ മേൽ അധികാരമുള്ള കർത്താവിനെ പിടിച്ചു വയ്ക്കുവാൻ മരണത്തിന് കഴിയുമായിരുന്നില്ല. അവൻ മരണത്തിന്റെ പാശങ്ങളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. മാത്രമല്ല കടന്നു വന്നു. ഭൂമിയിൽ കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കുമെന്നുള്ള പ്രവചനത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് അസംഭാവ്യമായതിനെ സംഭവമാക്കിക്കൊണ്ട് കാലത്തിനെതിരെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ചരിത്രത്തെ രണ്ടായി വിഭജിച്ച ഏക വ്യക്തി ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ചരിത്രത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഇരുപാലുകളിലും തന്റെ തങ്കപദങ്ങൾ അമർത്തിച്ചവിട്ടി ഒരുവൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ഞാൻ തന്നെ ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എന്റെ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ് സ്റ്റോറിയാണ്. അത് അവന്റെ ചരിത്രമാണ്. അവനെ മാറ്റിവെച്ചുകൊണ്ട് ചരിത്രം ചമയ്ക്കുക സാധ്യമല്ല. യേശുവിനെ മാറ്റിവെച്ചുകൊണ്ട് ചരിത്രത്തെ കുറിച്ച് പഠിക്കുവാൻ സാധ്യമല്ല. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ ചരിത്രമാണ്. മാത്രമല്ല, യേശുവിന്റെ ജനന പീഡാനുഭവ മരണങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷത്തെ ഇങ്ങനെയാണ് ക്രോഡീകരിക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവാകുന്നു സുവിശേഷം എന്നാണ് ധന്യനായ പൗലോസ്ലീഹ പ്രഖ്യാപിച്ചത്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു തത്വശാസ്ത്രമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആശയമല്ല. സുവിശേഷം എന്ന് പറയുന്നത് സാക്ഷാൽ യേശുക്രിസ്തുവാണ് എന്നാണ് വിശുദ്ധ ബൈബിളിന്റെ പ്രഖ്യാപനം. എന്തുകൊണ്ടാണ് സുവിശേഷം യേശുക്രിസ്തുവാകുന്നത്? മാനവരാശിക്ക് നൽകപ്പെട്ട മറ്റൊരു നാമവും ലോകത്തിലില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മാനവരാശി രക്ഷിക്കപ്പെടുവാൻ ദൈവത്താൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ബൈബിളിന്റെ പ്രഖ്യാപനം. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ, അവന്റെ ജീവിത രീതിയെ പിന്തുടർന്നാൽ ഏതെങ്കിലും നിലയിലുള്ള ഏതെങ്കിലും ഒരു കുറവ് യേശുവിൽ കണ്ടെത്തുക സാധ്യമായിരുന്നില്ല. സാധാരണ ഏതെങ്കിലും ഒരു കോടതി ഒരുവനെ കുറിച്ചുള്ള സാക്ഷ്യം പരിശോധിക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ, വിരോധികൾ പറയുന്ന സാക്ഷ്യം കുറച്ചുകൂടെ സ്വീകാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ യേശുവിനെ കുറിച്ച് പറഞ്ഞത് കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു എന്നാണ്. മാത്രമല്ല, അവനെ ക്രൂശിപ്പാൻ വിധിച്ച പീലാത്തോസ് വെള്ളം കൊണ്ടുവന്ന് തന്റെ കരങ്ങളെ കഴുകിക്കൊണ്ട് പ്രഖ്യാപിച്ചത് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നാണ്. അവനെ ക്രൂശിപ്പാൻ നേതൃത്വം കൊടുത്ത ശതാധിപൻ പറഞ്ഞു, ഇവൻ സാക്ഷാൽ നീതിമാൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതം അത് നിസ്തുല്യമായിരുന്നു. അതുകൊണ്ടാണ് ഏതൊരു സ്ഥലത്തും ഏതൊരു പശ്ചാത്തലത്തിലും ഞങ്ങൾ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയും യേശുവിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. കാരണം അവന്റെ ജീവിതം തികച്ചും നിസ്തുല്യമായിരുന്നു. അവന്റെ പ്രവൃത്തികൾ, അവന്റെ ജീവിത ചര്യകൾ തികച്ചും നിസ്തുല്യമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഏതൊരു കാലഘട്ടത്തിലും ആർക്കും സംഭവിക്കാവുന്ന വലിയ തെറ്റ് ഇക്കാര്യത്തിലും ലോകത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ സുവിശേഷത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യോഹന്നാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. അവനെ ആയതുപോലെ അറിയുന്നതിൽ ലോകം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായുള്ളവരോ അവനെ കൈക്കൊണ്ടില്ല. മാത്രമല്ല, യോഹന്നാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, വിളിച്ചു പറയുന്നത്, സ്നാപകസ്നാൻ ഇങ്ങനെ പറയുകയാണ്, ഞാനോ അവനെ ആയതുപോലെ അറിഞ്ഞില്ല. അപ്പൊ യേശുവിനെ ആയതുപോലെ അറിയുവാൻ പരാജയപ്പെട്ട ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അവന്റെ പ്രവൃത്തികൾ തികച്ചും നിസ്തുല്യമായിരുന്നു. നാം അറിയുന്നത് പോലെ പാപിനിയായ സ്ത്രീ യേശുവിന്റെ മുന്നിൽ അവളെ ഹാജരാക്കുമ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യം, ന്യായപ്രമാണപ്രകാരം അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട്. അവർ ചോദിക്കുന്നു, ഗുരോ, ന്യായപ്രമാണപ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്, നീയോ എന്തു പറയുന്നു? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ പാപം ചെയ്യാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ഓരോരുത്തരായി മടങ്ങിപ്പോയി. അവളെ കല്ലെറിയുവാൻ ആരും ധൈര്യം കാണിച്ചില്ല. എന്തുകൊണ്ട്?
പറഞ്ഞത് പാപത്തിന്മേൽ ജയമെടുക്കുവാൻ കഴിയുന്ന, പാപത്തെ പരിഹരിക്കുവാൻ കഴിയുന്ന, പാപപരിഹാരകനായി ഭൂമിയിൽ അവതരിച്ച സാക്ഷാൽ ദൈവപുത്രൻ അവനാകെ കൊണ്ട് മറുപടി പറയുവാൻ ആരും തുനിഞ്ഞില്ല. അപ്പോൾ അവന്റെ ജീവിതം നിസ്തുല്യമായിരുന്നു. അവനെതിരെ സാക്ഷി പറഞ്ഞവരൊക്കെയും പരാജയപ്പെട്ടു. അവന്റെ മുന്നിൽ അവനെതിരെ ഉന്നയിച്ച ഏതെങ്കിലും ഒരു സാക്ഷ്യം ഒത്തുവന്നില്ല എന്നാണ് നാം വായിക്കുന്നത്. മാത്രമല്ല, ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുന്നിൽ പൗരോഹിത്യം പരാജയപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. കയ്യഫാവിന്റെ മുന്നിൽ യേശു നിൽക്കുമ്പോൾ സാക്ഷികൾ മൊഴികളെല്ലാം തെറ്റായി വന്നപ്പോൾ കയ്യഫ ചോദിച്ചു, നീ വന്ധ്യനായവന്റെ പുത്രനോ? യേശു മറുപടി പറഞ്ഞു, ഞാനാകുന്നുവെന്ന ശബ്ദം തിരുവെഴുത്തുകൾ പരിചയമുള്ളവർക്കറിയാം. മോശയോട് സംസാരിച്ച അതേ ശബ്ദം, ഞാൻ ആകുന്നു. ഇവിടെ ഇതാ യേശുക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്, ഞാനാകുന്നു. ഗെത്സമനയുടെ ആരാമത്തിൽ യേശുവിനെ ബന്ധിക്കുവാനായി കടന്നു വരുന്ന റോമൻ പടയാളികൾ, കൈലായുധവുമായി കടന്നു വരുന്നവർ. പക്ഷേ യേശു ചോദിക്കുന്നു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? വിഷലിപ്തമായ അതരങ്ങൾ കൊണ്ട് യേശുവിന്റെ കവിൾത്തടങ്ങളിൽ അമർത്തിച്ചുംബിക്കുന്നു യൂദ. യേശു ചോദിക്കുന്നു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? ഞങ്ങൾ നസറേനായ യേശുവിനെ, ഞാൻ ആകുന്നുവെന്ന ശബ്ദത്തിന്റെ മുന്നിൽ പടയാളികൾ പരാജയപ്പെട്ട് നിലത്തു വീഴുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ട്? അവന്റെ പ്രവൃത്തികളിലൂടെ അവൻ സാക്ഷാൽ ദൈവം എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ഇവിടെ. മാത്രമല്ല, ഒരാൾ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബൈബിളിലെ ഏതൊരു കാര്യവും സംശയത്തിന്റെ ആനുകൂല്യങ്ങളില്ലാതെ ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ യേശുവിന്റെ മരണവും അവൻ അനുഭവിച്ച പീഡാനുഭവ പുനരുത്ഥാനങ്ങൾ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, വേദപുസ്തകത്തിലെ ഏതൊരു ഭാഗവും നിങ്ങൾക്ക് അവിശ്വസിക്കാം. പക്ഷേ പകൽ പോലെ തെളിച്ചമുള്ള യാഥാർത്ഥ്യമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും പുനരുത്ഥാനവുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുവാനിടയായി തീർന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ മരണ പുനരുത്ഥാനങ്ങൾ പരിശോധിച്ചാൽ ഇത്രത്തോളം നിസ്തുല്യമായ, ഇത്രത്തോളം ത്യാഗോജ്ജലമായ, ഇത്രത്തോളം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മരണം ആസ്വദിച്ച മറ്റൊരു മനുഷ്യനെ, ഒരു വ്യക്തിത്വത്തെ ലോക ചരിത്രത്തിൽ കാണുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങൾ വിശ്വസിക്കുന്നത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയെയാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസവേഷം ധരിച്ച് ഭൂമിയിലേക്ക് കടന്നു വന്നവനാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹ രൂപമായി വസിക്കുന്നത്. അപ്പോസ്തലൻ ഇങ്ങനെയാണ് എഴുതുന്നത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് തൊട്ടതുമായ ജീവന്റെ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൃഢം ധരിച്ച് ഭൂമിയിൽ മനുഷ്യന്റെ ഇടയിൽ പാർത്തു എന്നാണ് യേശുവിനെ കുറിച്ച് നാം വായിക്കുന്നത്. ഒരിക്കൽ നാം അറിയുന്നത് പോലെ മോശ ചോദിച്ചു, ദൈവമേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്റെ മുഖമൊന്ന് എനിക്ക് കാണണം. ദൈവം മറുപടി പറഞ്ഞു, മോശേ, നിനക്കൊരിക്കലും അത് സാധ്യമാവുകയില്ല, നിന്റെ കണ്ണുകൾ കണ്ട് എന്നെ കാണുവാൻ കഴിയുകയില്ല. മോശയുടെ ആഗ്രഹത്തിന് മുന്നിൽ ദൈവം ആ കൽഭിത്തിക്കുള്ളിൽ അവനെ മറച്ച് തന്റെ തൃക്കരങ്ങൾ കൊണ്ട് അവനെ മറച്ചു വെച്ചു. അവന്റെ മുന്നിലൂടെ തന്റെ മഹത്വത്തെ കറക്കുമാറാക്കി. ദൈവത്തെ ആയതുപോലെ കാണുന്നതിൽ മോശ പരാജയപ്പെട്ടു. നാം അറിയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേൽ മക്കൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മോശേ, ദൈവം ഞങ്ങളോട് സംസാരിക്കരുത്, അവന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ കർണപുടങ്ങൾക്ക് ശക്തിയില്ല, അവന്റെ ശബ്ദം ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം മോശയോട് സംസാരിക്കട്ടെ, മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ഒരിക്കൽ ദൈവം ചോദിച്ചു, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? സ്വർഗാദി സ്വർഗങ്ങളിൽ ഞാൻ ഒതുങ്ങുകയില്ല. അപ്പോൾ കണ്ണുകൊണ്ട് കാണുവാനും കൈകൊണ്ട് തൊടുവാനും കാതുകൊണ്ട് കേൾക്കുവാനും കഴിയാത്ത ദൈവത്തെ ഭൂമിയിൽ ആയതുപോലെ അവതരിപ്പിച്ച വ്യക്തിത്വം ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ അനുഗമിക്കുന്ന, ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന സാക്ഷാൽ യേശുവാണ് എന്ന് പറയുന്നത് ഞങ്ങൾ അഭിമാനിക്കുന്നു. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, യേശുക്രിസ്തുവിന്റെ ജീവിതവും അവന്റെ പീഡാനുഭവവും മരണ പുനരുത്ഥാനങ്ങളും തികച്ചും വ്യത്യസ്തമായിരുന്നു. നാം അറിയുന്നത് പോലെ ഗെത്സമനയുടെ ആരാമത്തിൽ യേശുവിന്റെ കവിൾത്തടങ്ങളിൽ അമർത്തിച്ചുംബിച്ചുകൊണ്ട്
നരാധമനായ യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു. ആ രാത്രിയിൽ വിവിധ കോടതികളിൽ അവിടുന്ന് വിസ്തരിക്കപ്പെട്ടു. സകല കോടതികളും അവന്റെ മുന്നിൽ പരാജയപ്പെട്ടു. എല്ലാ നിയമങ്ങളും ഒരുപോലെ വിളിച്ചു പറഞ്ഞു, ഇവൻ നീതിമാനാണ്, ഇവനിൽ കുറ്റമില്ല. പ്രഭാതത്തിൽ രാത്രി മുഴുവൻ ഏറ്റുവാങ്ങിയ പീഡാനുഭവങ്ങളുടെ ബാക്കിപത്രമായി പീലാത്തോസിന്റെ ശിലാതലത്തെ രക്തശിലയാക്കി പരിണമിപ്പിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഉദിച്ചുയർന്ന ഉദയസൂര്യനെ പോലെ നിന്നു. പീലാത്തോസ് ചോദിച്ചു. ആർത്തുരമ്പുന്ന യഹൂദന്മാർ നടുവിൽ നിൽക്കുന്ന യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പീലാത്തോസ് ചോദിച്ചു, അല്ലയോ യഹൂദന്മാരെ, നിങ്ങൾക്ക് ആരെ വേണം? ഈ സന്ധ്യാസമയം യേശുവിനെ രക്ഷിതാമായി കർത്താവായി അംഗീകരിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ സ്നേഹിത, നിന്റെ ഹൃദയത്തിനു നേരെ വിരൽ ചൂണ്ടി ഞാൻ ചോദിക്കട്ടെ, നീ ആരെ തിരഞ്ഞെടുക്കും? നിത്യജീവന്റെ ഉറവിടമായ യേശുവിനെയോ അതോ പൊട്ടക്കിണറുകളെയോ? നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? ആ യഹൂദന്മാർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കിവനെ വേണ്ട, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. അവർ ബറബ്ബാസിനെ തെരഞ്ഞെടുത്തു. അവർ നിത്യജീവന്റെ ഉറവിടമായിരിക്കുന്ന യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. എറണാകുളം പട്ടണത്തിന് ആ ഗതി ഉണ്ടാകരുത്. ഞങ്ങളുടെ ബുദ്ധിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ഇവനെ സ്വീകരിക്കുവാനും ഇവനെ ഉൾക്കൊള്ളുവാനും ഇവനെ തള്ളിക്കളയുവാനും നിങ്ങൾക്ക് അധികാരമുണ്ട്. ഞാൻ ചോദിക്കട്ടെ പ്രിയ സ്നേഹിത, കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് എന്ത് തെറ്റാണ് ചെയ്തത്? അവന്റെ ഏതു പ്രഖ്യാപനങ്ങൾ മാതൃകാപരമല്ലാത്ത പ്രഖ്യാപനങ്ങളുണ്ട്? അവന്റെ ഏതു ജീവിത ശൈലി നമുക്ക് അംഗീകരിക്കുവാൻ കഴിയാത്തതായിട്ടുണ്ട്? പ്രഭാതത്തിൽ പീലാത്തോസിന് മുന്നിൽ അവൻ നിൽക്കുകയാണ്. യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവന് വേണ്ട. പീലാത്തോസ് വെള്ളം കൊണ്ടുപോയി തന്റെ കരങ്ങളെ കഴുകി. പീലാത്തോസ് പറഞ്ഞു, കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുക. പീലാത്തോസിന്റെ കരത്തിൽ നിന്നും യേശുവിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് റോമൻ പടയാളികൾ ഗോൽഗോഥായിലേക്ക്, തലയോടത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോവുകയാണ്. യേശുവിനെ പിൻഗമിച്ചുകൊണ്ട് കടന്നു വരുന്ന ഇസ്രായേൽ കന്യകമാരെ നോക്കിക്കൊണ്ട്, പുത്രിമാരെ നോക്കിക്കൊണ്ട് യേശു പ്രഖ്യാപിച്ചു, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. 2000 വർഷമായി അവന്റെ ശബ്ദം ആർത്തരമ്പുന്ന സമുദ്രം പോലെ യഹൂദന്റെ മേൽ വീഴുകയാണ്. അവന്റെ ഭവനങ്ങളിൽ ചെല്ലുന്നവർക്കറിയാം, യഹൂദ ഭവനങ്ങളിൽ ചെല്ലുന്നവർക്കറിയാം, അവരുടെ ഭിത്തികളിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവർ പറയും, ഞങ്ങളുടെ മക്കൾ, അകാലത്തിൽ പൊരിഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവർ ഉറങ്ങുവാൻ കഴിയുന്നില്ല. 2000-ലധികം വർഷമായി അവർ ഉറങ്ങുവാൻ അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ജീവന്റെ നായകനെ അവർ തള്ളിക്കളഞ്ഞു. പീലാത്തോസിന് മുന്നിൽ നിൽക്കുമ്പോൾ അവർ പറഞ്ഞു, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ. ആ വാക്കുകൾ പ്രാവചനികമായി നിവൃത്തിയായി. യഹൂദന്റെ ഭവനത്തിൽ അവൻ ഉറങ്ങുവാൻ കഴിയുന്നില്ല. പാലസ്തീന മണ്ണിൽ നിന്നും തീവ്രവാദത്തിന്റെ വിഷവിത്തുകൾ ഏറ്റുവാങ്ങി പറന്നു വരുന്ന മിസൈലുകൾ സ്വപ്നം കണ്ട് അവർ ഞെട്ടിയുണരുകയാണ്. എന്തുകൊണ്ട്? ഈ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. പ്രിയ സ്നേഹിത, ഈ യേശുവിനെ അംഗീകരിക്കുക വഴി, നിത്യജീവന്റെ ഉറവിടമായ ദൈവപുത്രനായ ക്രിസ്തുവിനെ സ്വീകരിക്കുക വഴി രാജപുരോഹിത വർഗമായി തീരുവാനുള്ള, ദൈവത്തിന്റെ മകളായി തീരുവാനുള്ള വലിയ അവസരമാണ് ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ മുന്നിൽ ദൈവം ഒരുക്കുന്നത്. അവനെ ഗോൽഗോഥായി തലയോടത്തിലേക്ക് കൊണ്ടുപോയി 3 ആണികളിൽ അവനെ തറച്ചു. ഒരു വാക്ക് ഞാൻ പറയാം, 3 ആണികൾ കൊണ്ട് യേശുവിനെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ സിയാദ് ഇബ്രാഹിം യേശുവിനെ പ്രസംഗിക്കുകയില്ല. പച്ചമരം കൊണ്ട് മിശിഹ ചരിത്രത്തെ റോമൻ സാമ്രാജ്യം അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ സാക്ഷി അപ്പോളജിസ്റ്റ് യേശുവിന് അനുകൂലമായി വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കി യേശുവിനെ പ്രസംഗിക്കുകയില്ല. യേശുവിനെ പച്ചമരത്തിൽ തറച്ച് അരിമത്തിലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കി യേശുവിന്റെ ആ സ്മരണയുടെ മുന്നിൽ വിഘാതം സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പോൾ ഗോപാലകൃഷ്ണനും തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയും യേശുവിനെ പ്രസംഗിക്കുകയില്ല. കാൽവരിയിലെ ക്രൂശിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് 2 കള്ളന്മാർ നടുവിൽ കിടന്നുകൊണ്ട് യേശു പ്രഖ്യാപിച്ചു, ഏലി ഏലി ലമ്മാ ശബക്താനി. മാനവരാശിയുടെ മുഴുവൻ നിലവിളിയും നെഞ്ചിലേറ്റുവാങ്ങിക്കൊണ്ട് അവൻ പ്രഖ്യാപിച്ചു, പെറ്റലസ്റ്റായി, നിവൃത്തിയായി. എന്താണ് നിവൃത്തിയായത്? മനുഷ്യന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു. യാഗപീഠത്തിന്റെ പാർശ്വങ്ങളിൽ പിഴിഞ്ഞൊഴിക്കപ്പെട്ട പക്ഷികളുടെയും മൃഗങ്ങളുടെയും രക്തത്തിന് മനുഷ്യന്റെ പാപങ്ങളെ പരിഹരിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ യേശു പറയുന്നു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു.
അവനിൽ കുറ്റമില്ല, അവനിൽ ഊനമില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ക്രൂസിൽ നിന്നും അരിമത്തിലെ ജോസഫിന്റെ കല്ലറയിലേക്ക് അവനെ മാറ്റി. 100 റാത്തൽ സുഗന്ധദ്രവ്യങ്ങൾ അവന്റെ മേൽ പകർന്നു. നിർമ്മല ശീലകൾ കൊണ്ട് അവനെ ചുറ്റിവരിഞ്ഞു. റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര അവന്റെ കബറിടത്തിൽ പതിച്ചു. നേരം രാത്രിയായി. യഹൂദന്മാർ ചാടി എഴുന്നേറ്റു. അവർ ഉറങ്ങുമ്പോൾ അവരുടെ കൺതടങ്ങളിൽ, അവരുടെ കാതുകളിൽ അലയടിക്കുന്ന ശബ്ദം, നിങ്ങളോ എന്നെ ക്രൂശിക്കും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. യേശുവിന്റെ ശബ്ദം. മരണത്തിന് അവസാനിപ്പിക്കുവാൻ കഴിയാത്ത, പീഡനങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ കഴിയാത്ത, ക്രൂശ് കൊണ്ട് അവസാനിപ്പിക്കുവാൻ കഴിയാത്ത യേശുവിന്റെ ശബ്ദം. അവർ ഒന്നടങ്കം എഴുന്നേറ്റു. പീലാത്തോസിന്റെ അരികിലേക്ക് ചെന്നു. പീലാത്തോസിനെ തട്ടി വിളിച്ചു. പീലാത്തോസ് എഴുന്നേറ്റു. അല്പമല്ലാത്ത ദേഷ്യ മുഖത്ത് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചിരിക്കാം, അല്ലയോ യഹൂദന്മാരെ, 3.5 വർഷമായില്ലേ അവന്റെ പുറകെ നിങ്ങൾ നടക്കുകയല്ലേ? അവനെ ക്രൂശിച്ചില്ലേ? അവനെ കൊലവിളിച്ചില്ലേ? ജോസഫിന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തില്ലേ? ഇനിയും നിങ്ങൾക്ക് എന്തു വേണം? അവർ പറഞ്ഞു, പീലാത്തോസ്, അവൻ ചതിയനാണ്. അവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ മരിച്ചാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പീലാത്തോസ് നിന്നിപ്പിൽ വിയർത്തുപോയി. ആ തണുത്ത രാത്രിയിൽ അവൻ ഗാഢം വിയർത്തിരിക്കാം. പീലാത്തോസ് ചോദിച്ചു, എന്തു വേണം? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പടയാളികളെ വേണം. പീലാത്തോസിനറിയാം, പീലാത്തോസ് ആണ് ക്രൂശിൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ക്രൂശിലെ മരണത്തിന് ശേഷം അരിമത്തിലെ ജോസഫിന്റെ കല്ലറയിൽ നിന്നും യേശു ക്രിസ്തു എഴുന്നേറ്റ് വന്നാൽ പീലാത്തോസിന്റെ വിധി തെറ്റൊന്നു വരും. റോമൻ സാമ്രാജ്യം പീലാത്തോസിനെ തിരികെ വിളിക്കും. കനത്ത പിഴ പീലാത്തോസ് നൽകേണ്ടതായി വരും. പീലാത്തോസ് ചോദിച്ചു, എന്തു വേണം? അവർ പറഞ്ഞു, പടയാളികളെ വിട്ടുതരണം. ഇതാ കയ്യിൽ ആയുധവും കണ്ണിലക്കിയുമായി റോമൻ പടയാളികൾ യേശുവിന്റെ കല്ലറയുടെ മുന്നിൽ കാവൽ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏതെങ്കിലും ഒരു മഹാഗുരുവിന്റെ, ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ, ലോകത്തിലെ ഏതെങ്കിലും ഒരു അഭിഷിക്തന്റെ കല്ലറയുടെ മുന്നിൽ അവൻ ഉയർത്തെഴുന്നേൽക്കാതിരിപ്പാൻ ഇന്നുവരെയും ഒരു സൈന്യം കാവൽ നിന്നിട്ടില്ല. പാലസ്തീന്റെ മണ്ണിൽ രാവും പകലും മാറി മാറി വന്നു. കൈലായുധവുമായി പടയാളികൾ കാവൽ നിൽക്കുന്നു. 3-ാം നാൾ പ്രഭാതമായി. 100 കണക്കിന് പ്രവചനങ്ങളെ സാക്ഷാത്കരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എന്താണ് യേശുവിന്റെ പ്രത്യേകത? ഉലകമഹാന്മാരകിലവും കല്ലറയിൽ മയങ്ങുമ്പോൾ, അവരുടെ അവശിഷ്ടങ്ങൾ അവരുടെ കബറിടങ്ങളിൽ തന്നെ ഉറഞ്ഞു കിടക്കുമ്പോൾ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് അവന്റെ പ്രഖ്യാപനം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു. മാത്രമല്ല, യേശുവിന്റെ ചരിത്രം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അവൻ ശിഷ്യന്മാർ കാണെ സ്വർഗത്തിലേക്ക് അവൻ കരേറിപ്പോയി. ദൈവത്തിന്റെ പ്രഖ്യാപനമുണ്ടായി, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് ആരോഹണം ചെയ്ത ക്രിസ്തു അവൻ പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ അവൻ മടങ്ങി വരും. യേശു ക്രിസ്തു മടങ്ങി വരുവാൻ പോകുകയാണ്. ലോകത്തിൽ ആരും ഇന്നുവരെ അത് പറഞ്ഞിട്ടില്ല. ഞാൻ മരിച്ചാൽ, എന്നെ അടക്കം ചെയ്താൽ ഞാൻ മടങ്ങി വരും എന്നൊരിക്കലും ആരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? മരണം കൊണ്ട് അവസാനിക്കുന്നത് പാപലിപ്തമായിരിക്കുന്ന ശരീരമാണ്. പാപത്താൽ മരണവും, പാപത്താൽ രോഗവും, രോഗത്താൽ മരണവുമാണ് ഭൂമിയിൽ സംഭവിക്കുന്നത്. മരണത്തെ ജയിച്ചുയർത്ത ഒരുവൻ മാത്രം, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ സന്ധിയിൽ ആരെയും കളിയാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരുടെയും ആശയങ്ങളെ ഇടിച്ചു താഴ്ത്തുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും, യേശുവിനെ കണ്ടെത്താത്ത ഓരോരുത്തരും ഈ സന്ധിയിൽ ഈ ജീവനായകനെ നെഞ്ചിലേറ്റി ഈ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് പാപബോധം മാറിയവരായി, ന്യായവിധിയിൽ നിന്നും ഒഴിവുള്ളവരായി ഈ സന്ധ്യാസമയം, ഈ മീറ്റിംഗിന് ശേഷം ഭവനങ്ങളിലേക്ക് മടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ വളരെ വാശിയോടെയൊക്കെ പ്രസംഗിക്കുന്നെങ്കിലും പ്രിയ സ്നേഹിതന്മാരെ, യേശുവിനെ അറിയാത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓർത്ത് ഞങ്ങൾ കരയുകയാണ്. ഞങ്ങളുടെ ഹൃദയം വിങ്ങുകയാണ്. ഞങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. കാരണം മരണാനന്തരം ഒരു ജീവിതമുണ്ട്. നിത്യമായ നാശത്തിലേക്ക് നിങ്ങൾ വീണുപോകുന്ന ചിത്രം ഞങ്ങളുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്നുണ്ട്. ന്യായവിധിയിൽ രക്ഷിക്കപ്പെടുവാൻ, ശിക്ഷാവിധിയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ മറ്റൊരു മാർഗവുമില്ല. നിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആത്മനാഥനും കർത്താവുമായ സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്
അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ടവരായി മടങ്ങിപ്പോകുവാനുള്ള ആഹ്വാനം ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാനിവിടെ എൻ്റെ ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്കേവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അതുല്യമായിരിക്കുന്ന നാമത്തിൽ എൻ്റെ ക്രൈസ്തവ അഭിവാദ്യങ്ങൾ. നിങ്ങൾ കേട്ടത് കർത്താവായ യേശുക്രിസ്തു മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയ മാർഗമെന്താ, ഈ മാർഗത്തിൻ്റെ പ്രത്യേകത എന്താ, മനുഷ്യനെ മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷം. ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന സന്ദേശമാണ് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നരഭോജികളായിരുന്ന മനുഷ്യരെ നരസ്നേഹികളാക്കി തീർത്ത മാറ്റമില്ലാത്ത സന്ദേശമാണ് സുവിശേഷം, യേശുക്രിസ്തുവിന്റെ മാർഗം. യേശുക്രിസ്തുവിന്റെ മാർഗമല്ലാതെ മനുഷ്യവർഗത്തിന് രക്ഷയ്ക്കായിട്ട് ഒരു മാർഗവുമില്ല. ഇപ്പോൾ ഡാനിയൽ കുഞ്ഞുമോൻ ബ്രദർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ജനുവരി 18-ാം തീയതി MM അക്ബറും സുബീർ പീഡിയക്കിലും നടത്തിയ മീറ്റിംഗിന്റെ റെക്കോർഡിംഗ് സഹിതമുള്ള മറുപടി ഞങ്ങൾ തരും. അതിനുശേഷം ചോദ്യം ചോദിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് ആദ്യം ഒരു പ്രസംഗം നടന്നതുകൊണ്ട് ആ പ്രസംഗത്തിന് മറുപടി നൽകിയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. വളരെ കൃത്യമായിട്ട് ഉത്തരം തരുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും ഈ മീറ്റിംഗിന്റെ അവസാനം വരെ നിങ്ങൾ ഇവിടെ ഉണ്ടാകണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് പെരുമ്പാവൂരിൽ നിന്ന്, ആലുവയിൽ നിന്നൊക്കെ ഞങ്ങളുടെ സ്നേഹിതർ ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഡാനിയൽ കുഞ്ഞുമോൻ ബ്രദർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയപ്പെട്ടവനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സായാഹ്നത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ അവിടുന്ന് സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിച്ച് അവിടുന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് കർത്താവേ, ഞങ്ങൾ ഇന്ന് ലോകത്ത് അനേകരുടെ ഹൃദയത്തിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന പല ചിന്താഗതികളെ ഞങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ വിലയിരുത്തുവാനായിട്ട് പോവുകയാണ്. കർത്താവെ, തുടർന്നുള്ള മണിക്കൂറുകളിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ മേൽ ഭരിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സംസാരിക്കുന്ന സഹോദരൻ ജെറി തോമസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അവിടുത്തെ കൃപ ധാരാളമായിട്ട് നൽകുകയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിന് അത് അനുഗ്രഹത്തിന് കാരണമാകുന്ന വിധത്തിൽ അങ്ങയുടെ ആ വചനം സംസാരിപ്പാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഹൃദയത്തിലെ തെറ്റിദ്ധാരണകൾ മാറിയിട്ട് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിപ്പാൻ, അവരുടെ പാപത്തിന്റെ ക്ഷമ ഇന്ന് രാത്രിയിൽ അവർ കർത്താവിൽ കണ്ടെത്തുവാൻ അവിടുന്ന് സംഗതിയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സൗകര്യങ്ങളെയും ക്രമീകരണങ്ങളെയും അവിടുന്ന് തന്നെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സ്നേഹിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.